Good afternoon, sir. Yes, good afternoon. Good afternoon, sir. Yes, Shemima, good afternoon. Ambudu, good afternoon. Good afternoon, sir. Okay, Revati, Shijinas, good afternoon. Shemima, good Good afternoon. afternoon, sir. Okay, Shamna, good afternoon. Good afternoon, sir. Okay, Lily Thomas, Sangeeta, good afternoon. Good afternoon, sir. Okay, Nisa, Arya, good afternoon. Arana. Yes, I need to take a time for that. Don't worry. Yes, okay. Okay. Let us start. Okay, sir. Okay, Shijina. Okay, Arana, prayer. Prayer illa. Prayer illa engil. Thought of the day, no? Here ഞാൻ പറയാം, sir. Okay. Continue. Oh my God, I love you. I thank you. Bless me, bless me, parents. Bless me, my teachers, and our country. Help me, please study well, and make a good person. Thank you. Yes, very good. And ഒരു കാര്യം കൂടി bless our jobs, sir. Okay, very good. Yes. Teachers എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞാണ് ഐഡിയ. Don't worry. Yes. Then thought of the day. Don't worry about failures. Worry about the chances you miss when you don't even try. ഫെയിലിയേഴ്സിനെ കുറിച്ച് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മിസ് ചെയ്യാൻ പോകുന്ന ചാൻസസ് നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ വെറി ചെയ്താൽ മതി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഓക്കെ. ഈ APJ അബ്ദുൽ കലാം ഫെയിൽ എന്ന് പറയുന്ന വേർഡിന് ഒരു അബ്രിവേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ. FAIL, ഫെയിൽ. ഫെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പരാജയം. അപ്പൊ പുള്ളി പറഞ്ഞത് F ഫസ്റ്റ്, A അറ്റംപ്റ്റ്, I in ലേണിംഗ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്, അതാണ് ഫെയിൽ. യെസ്, ഓക്കെ രേവതി. Signing, Shijina. Okay, Shijina. Good afternoon, sir, and good afternoon, student. And Yes. song. Johnny is Papa eating sugar. No, Papa. Open your mouth. Ahaha. Yes, very good. Okay. Thank you, sir. Okay, very good.
അപ്പോ നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് തന്നിരിക്കുന്ന വാചകത്തെ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ നമ്മൾ പറയുന്ന പേര് പോസിറ്റീവ് എന്നും രണ്ടാമത്തേനെ നമ്മൾ പറയുന്ന പേര് നെഗറ്റീവ് എന്നുമാണ്. അങ്ങനെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നിരിക്കുന്ന വാചകത്തിന് ഹെൽപ്പിംഗ് വെർബ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന വാചകത്തില് ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഈസ്, ആമ, ആറ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാല്, മേ, മൈറ്റ്, വുഡ്, ഷുഡ്, കുഡ്, അങ്ങനെയുള്ള വേർഡ്. അതുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുക്കുക. നെഗറ്റീവ് ആക്കണമെങ്കിൽ നോട്ട് ചേർക്കുക, അല്ലെങ്കിൽ നോട്ട് ചേർക്കുക. അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ലെറ്റസ് എന്ന് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഷാൽവി എന്ന് എഴുതിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഒന്നും ഇല്ല എങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് നോക്കണം? മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് നോക്കുമ്പോൾ ആ മെയിൻ വെർബ് ഏത് ടെൻസ് ആണെന്ന് നോക്കണം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ഉപയോഗിച്ച് എഴുതണം. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ സുറുമി, നോ ഡൗട്ട്. യെസ്, ഓക്കെ ഓക്കെ സാർ, എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അത് പറഞ്ഞോട്ടെ. അതെന്ന് വെച്ചാലേ ആഫർലി പരീക്ഷക്ക് നമുക്ക് മറ്റേതാണല്ലോ, ടിക്ക് ചെയ്യാനാണ്. അതേപോലെ തന്നെയല്ലേ ഫൈനലി പരീക്ഷയും? അപ്പേ ഫൈനലി പരീക്ഷക്ക് എല്ലാവരും ജയിച്ചവരുണ്ടാ? ഒരു ബാച്ചിൽ തന്നെ എല്ലാവരും ജയിച്ചവരുണ്ടാ? എനിക്ക് ഡൗട്ട്. പരീക്ഷക്കെല്ലാനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ടിക്ക് ചെയ്യാൻ. ലാസ്റ്റ് പറഞ്ഞ എനിക്ക് പിടികിട്ടില്ല. എന്താണ് പരീക്ഷയ്ക്ക്? ഫൈനലി പരീക്ഷക്ക് മാർച്ച് ഫൈനലി പരീക്ഷക്ക് അതേപോലെ ഒരു ബാച്ചിലത്തെ എല്ലാരും ജയിക്കും. അങ്ങനെ എനിക്ക് ടെൻഷൻ ആയിക്കണ്. ജയിക്കാറുണ്ടോന്നാണ് തോൽക്കാറുണ്ടോന്നാണ് ഉദ്ദേശിച്ചത്? ജയിക്കാറുണ്ടോന്ന്. എല്ലാവരും ജയിക്കാറുണ്ട്. എനിക്ക് ടെൻഷൻ. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഡോണ്ട് വറി, ടെൻഷന്റെ ആവശ്യമേ ഇല്ല. പരീക്ഷ കഴിയുമ്പോ ഷിജിന പറയും, ഓ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല എന്ന് ഷിജിന പറയും. ഞാൻ പറഞ്ഞിരിക്കുന്ന മോഡലുള്ള ചോദ്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഇപ്പൊ ഒരു മിഡ് ടേം പരീക്ഷ അല്ലേ, അപ്പൊ അത് നിങ്ങൾ അത് മാത്രം നോക്കിയിട്ട് ആ മോഡൽ നോക്കിയിട്ട് മാത്രം നോക്കിയാൽ മതി. ധൈര്യമായിട്ട് കൊണ്ട് പരീക്ഷ എഴുതുക. 10 ചോദ്യമായിരിക്കും, 10 ചോദ്യത്തിന്റെ അടുത്തായിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ളത് മറ്റു വിഷയങ്ങളിൽ നിന്നായിരിക്കും. യെസ്, എന്റെ വാഗ്ദാനം ഞാൻ റിപ്പീറ്റ് ചെയ്യണം. ശരണ്യ, നിങ്ങൾ ഇംഗ്ലീഷിനാരും നോക്കാൻ പാടില്ല. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇത്രയുമാണ്. അപ്പൊ അതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ ബാലൻസ് ഉള്ള കൈസോട്ട് പോവുകയാണ്. യെസ്, ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ്. ദേ വെന്റ് ടു ഡൽഹി. അതാണ് ഞാൻ എഴുതിയിരിക്കുന്ന വാചകം. ദേ വെന്റ് ടു ഡൽഹി. അത് കഴിഞ്ഞിട്ട് ഒരു കോമ, ഡാഷ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ദേ വെന്റ് ടു ഡൽഹി. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്കറിയാം പാസീവ് വോയിസ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറയുമ്പോൾ അതിന്റെ അകത്ത് എന്തില്ല? ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ല. യെസ്, ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? മെയിൻ വെർബ് നോക്കി. മെയിൻ വെർബ് നോക്കി കഴിഞ്ഞപ്പോ വെന്റ് കിട്ടി. വെന്റ് ഏത് ടെൻസ് ആണെന്ന് നോക്കി. അപ്പൊ നോക്കിയപ്പോ പാസ്റ്റ് ടെൻസ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ നമ്മൾ എഴുതി, ഡിഡ് ഉപയോഗിച്ച് എഴുതി. അപ്പൊ ഇതിന്റെ ആൻസർ ഡിഡിന്റ് ദേ ഇതിന്റെ ആൻസർ കിട്ടി. യെസ്, ഞാൻ ഇനി ചെറിയൊരു മാറ്റം വരുത്തില്ല. ഇതേ സെന്റൻസ് തന്നെ, പക്ഷെ ആ വെന്റ് എന്നുള്ളതിന് പകരം ഞാൻ അവിടെ ഗോ എന്ന് പറയും. ദേ ഗോ ടു ഡൽഹി.
അങ്ങനെയൊക്കെയാണ്. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. Sir, ഒന്നുകൂടി പറയൂ. വെന്റ്. യെസ്, ഒന്നുകൂടി പറയാം. ആദ്യത്തെ വാചകം ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. They went to Delhi, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. വേറെ ഒന്നും വേണ്ട. ഇത്രയും വന്നു കഴിഞ്ഞാൽ തന്നെ അത് ക്വസ്റ്റ്യൻ ടാഗ് വേണ്ട. ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള ചോദ്യമേ വേണ്ട. ഒരു സെന്റൻസ് എഴുതുന്നു, ഒരു കോമ ഇടുന്നു, ഒരു ഡാഷ് ഇടുന്നു, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. അപ്പൊ കണ്ണടച്ച് വിശ്വസിച്ചു അവിടെ ക്വസ്റ്റ്യൻ ടാഗ്. യെസ്, ചോദ്യം ഒന്നും വേണ്ട, അത്രയും മതി. യെസ്, അപ്പൊ നമുക്ക് പേടിക്കേണ്ട. ക്വസ്റ്റ്യൻ ടാഗിന്റെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗിന്റെ ഉണ്ടാവും. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ they went to Delhi. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല ഈ സെന്റൻസിൽ. അപ്പൊ നമ്മൾ മെയിൻ വെർബ് നോക്കി. അപ്പൊ അത് ഏതാണ്? വെന്റ് ആണ്. ഗോ പ്രസന്റ് ആണ്, വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസിലുള്ളതാണ് ഈ സെന്റൻസ് മെയിൻ വെർബ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ചേർത്ത് എഴുതണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഡിഡിന്റ് ദേ എന്നതിന്റെ ആൻസർ കിട്ടി. നോട്ട് ചേർത്തപ്പോ ഡിഡിന്റ് ദേ. ഇവിടെ ഞാൻ ആ വെന്റ് എന്നുള്ള വേർഡിന് പകരം ഗോ എന്നുള്ള വേർഡാണ് എഴുതിയിരിക്കുന്നത്. ഗോ. അപ്പൊ നമുക്കറിയാം അതെന്ത് ടെൻസ് അല്ല, പാസ്റ്റ് ടെൻസ് അല്ല. മറിച്ച് എന്ത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ്. എന്ത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ്. ഗോ പ്രസന്റ് ടെൻസ് അല്ലേ? അതിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ വെന്റ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. യെസ്. അപ്പോ ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാതിരിക്കുകയും മെയിൻ വെർബ് നോക്കിയപ്പോ അത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ചേർക്കണം. നേരെ മറിച്ച് മെയിൻ വെർബ് നോക്കുമ്പോ അത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അവിടെ കൊണ്ട് ഡിഡ് ചേർക്കരുത്. ഡിഡ് ചേർത്ത് കഴിഞ്ഞാൽ തെറ്റാണ്. അവിടെ എന്ത് ചേർക്കണം? ഒന്നുകിൽ ഡു ചേർക്കണം, അല്ലെങ്കിൽ ഡസ് ചേർക്കണം. ആ രണ്ട് മാർക്ക് പോകരുത്. ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചേർക്കേണ്ടത്. ഒന്നുകിൽ വരും, അല്ലെങ്കിൽ ഇത് വരും, ഡസ് വരും. ഓക്കെ 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 ഡു അല്ലെങ്കിൽ ഡസ്. അപ്പൊ നമ്മൾ വേറെ ഒന്നുകൂടി അറിഞ്ഞിരിക്കണം. ഡു ഇതിന്റെ കൂടെ എല്ലാം വരും, ഡസ് ഇതിന്റെ കൂടെയൊക്കെ വരും. അപ്പൊ നമ്മൾ ആ സെന്റൻസ് ഒന്ന് നോക്കണം. ആ വാചകത്തിന്റെ സബ്ജക്റ്റ് ഹി എന്നാണെങ്കിൽ, ഷീ എന്നാണെങ്കിൽ, ഒരെണ്ണം ഉണ്ടെങ്കിൽ ബോയ്, ഗേൾ, അപ്പൊ അതിനൊക്കെ ഡസ് വരും. ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ ഡു വരുമോ ഡസ് വരുമോ എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി ഒന്ന് നോക്കണം. പ്രസന്റൻസ് ആയത് ഡു അല്ലെങ്കിൽ ഡസ് ആണ്. അപ്പൊ ഏത് വരും എന്നറിയാൻ വേണ്ടിയിട്ട്, ഡു ആണ് ഡസ് ആണ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ സബ്ജക്റ്റ് കൂടി ഒന്ന് നോക്കുക. നോക്കുമ്പോ ഹി എന്നാണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നതെങ്കിൽ ഡസ് ആയിരിക്കും. ഷീ എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ ഡസ് ആയിരിക്കും. പിന്നെ സിംഗുലർ ഒരെണ്ണം ഉള്ളെങ്കിൽ ബോയ്, ഗേൾ, പ്ലെയർ, അങ്ങനെ ഒരെണ്ണം ഉള്ളെങ്കിൽ അത് ഡസ് ആയിരിക്കും. ഓക്കെ, ഇത് ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാത്തിനും കൂടെ ഡു ചേർക്കും, പ്രശ്നമില്ല. അപ്പൊ ഇത്രയും എല്ലാത്തിന്റെ കൂടെ ഡസ് വരിക, ബാക്കിയുള്ളതിന്റെ കൂടെ ഒക്കെ ഡു വരും. ബാക്കിയപ്പോ ഇതിന്റെ കൂടെ ഒക്കെ ഡു വരും. വെറുതെ നമുക്കൊന്ന് പറയാം. വി ആണെങ്കിൽ ഡു വരും, ദേ ആണെങ്കിൽ ഡു വരും, ഐ ആണെങ്കിൽ ഡു വരും, ഡു വരും. ഒന്നിൽ കൂടുതൽ ബോയ്സ്, ഗേൾസ്, പ്ലേയേഴ്സ്, അങ്ങനെ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെയും ഡു വരും. പിടി കിട്ടിയാല് ഡു എവിടെ വരും, ഡസ് എവിടെ വരും എന്നുള്ളത്. അപ്പൊ ഓക്കെ റാസ്മിന, ഇത് നമുക്ക് ഈ സെന്റൻസിന്റെ, അതായത് ദേ ഗോ ടു ഡൽഹി എന്ന് പറയുന്ന സെന്റൻസിന്റെ ടൈമിലേക്ക് വരാം. ഈ സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് നെഗറ്റീവ് ആക്കണം. അപ്പൊ എന്ത് ചേർക്കണം? നോട്ടും കൂടി ചേർക്കണം, അല്ലെ? നോട്ടും കൂടി ചേർക്കണം. ഓക്കെ, ഡു വരും ഡസ് വരും. ഇവിടെ സബ്ജക്റ്റ് നോക്കിയേ, ഡു വരും. ദേ അല്ലേ? ദേ ആണ് സബ്ജക്റ്റ്. ദേ ആണെങ്കിൽ എന്ത് വരുള്ളൂ? ഡു വരും. ഡു വരും. അപ്പൊ ഡുവിന്റെ കൂടെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട് ഒരു നോട്ട് ചേർക്കണം. പ്ലസ് നോട്ട് എന്നുള്ളത് ഇതാണ് എന്റെ ആൻസർ. ഡോണ്ട് ദേ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കാതിരിക്കുക. തന്നിരിക്കുന്ന വാചകത്തിൽ ഓക്സിലറി വെർബ് ഉണ്ടോ? എളുപ്പമാണ് ചെയ്യാൻ. ഓക്സിലറി വെർബ് ഇല്ലേ? മെയിൻ വെർബ് നോക്കണം. ആ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് മതി. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വേണ്ടത്. ഇതിൽ ഏത് വേണം എന്നുള്ളത് സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു.
സബ്ജക്റ്റ് ഹീയോ ഷീയോ സിംഗുലറോ ആണെങ്കിൽ ഡസ്. വേറെ എന്ത് വന്നു കഴിഞ്ഞാലും ഡു. ഡൂവിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഡു പ്ലസ് നോട്ട് ഡോണ്ട് എന്ന് എഴുതാം. ഡസിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഡസ് പ്ലസ് നോട്ട് ഡസിൻഡ്. DOESN അപ്പോസ്ട്രോഫി ടി. ഡസിൻഡ് എന്നത് ഓർഡിനൽ. ഇപ്പൊ ഈ പറഞ്ഞതിന് മനസ്സിലാവുകയെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പറയും. അപ്പൊ നിങ്ങൾ ഒന്ന് എഴുതി നോക്ക്. എനിക്ക് she works in a school, comma, dash, question mark. We teach English grammar, comma, dash, question mark. അടുത്തത് he reads Sir, she ആണോ? he മൂന്നാമത് he reads novels. അടുത്തത് സാർ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാമോ സാർ? എത്രാമത്തെ വേണ്ടേ? മൂന്നാമത്തത്. He reads, READS, reads novels, NOVELS. അടുത്തത് സാർ രണ്ടാമത്തെ ഹി ആണോ വി ആണോ? വി. അടുത്തത് ബോയ്സ്, BOYS, ബോയ്സ് play, PLAY, play cricket. Boys play cricket. ഒന്നുകൂടി ഇരിക്കോ. രാമു uses, uses laptop. Ramu uses laptop. Okay. ബോയ്സിന്റെ മുമ്പിൽ വരുന്നില്ലല്ലോ 6-ല്. എന്തോ 6 പക്ഷെ ബോയ്സ് പ്ലേ ക്രിക്കറ്റ് ഇല്ലേ, അതില് ബോയ്സിന്റെ ഫ്രണ്ടിൽ വേറെ വേർഡൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ക്രിക്കറ്റ്, ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കും, അത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മതി. നമുക്ക് ഒരറ്റത്ത് നോക്കി വരാം കേട്ടോ. അഞ്ചെണ്ണുണ്ട് എനിക്കുള്ളൂ. റാസ്മിയുടെ കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, സിമ്പിൾ ആണ്. സുറുമി കഴിഞ്ഞു. യെസ്, ഓക്കെ. ഓക്കെ, ലിനി കഴിഞ്ഞു. വെരി ഗുഡ്. ലിനി, രേഖ കഴിഞ്ഞു. യെസ്, ഓക്കെ. അപ്പൊ ആരംഭിക്കാം അല്ലെ? ആൻസർ ആരംഭിക്കാം. ഇനി കുറച്ചുകൂടി വേറെ പറയാം നമുക്ക്. അപ്പൊ അതിന്റെ പേരില് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അപ്പൊ ഷമീമ ആദ്യത്തെ ചോദ്യം വായിക്കുക, ആൻസർ വായിക്കുക. She works in a school. She works in a school. പോസിറ്റീവ് ആണ്. ആ. Didn't she
ഒന്നും കൂടി ഒന്ന് നോക്കി. ഷമീമ കയ്യിൽ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി. പോസിറ്റീവാണ്, അത് കറക്റ്റ് സംബന്ധിച്ച് ഷമീമ ഉത്തര കറക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ ഷമീമ? ഇതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല സർ. അപ്പൊ നമ്മൾ മെയിൻ വെർബ് നോക്കി. മെയിൻ വെർബ് ഏതാണ്? വർക്ക്സ്. വർക്ക്സ് ആണ്. അത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ? അവിടെയാണ് ഷമീമക്ക് തെറ്റുപറ്റി. പ്രസന്റ് അല്ലേ സർ? പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്തൊക്കെയാ വേണ്ടേ? ഡു അല്ലെങ്കിൽ ഡസ് അല്ലേ? അതെ. പിന്നെ ഡിഡ് വന്ന എന്താണ്? ഡസിൻഡ് ഷീ അല്ലെ? ഇപ്പൊ ശരി. വെരി ഗുഡ് വെരി ഗുഡ്. പിടിയിട്ടില്ല അല്ല, കംപ്ലൈന്റ് പിടിയിട്ടില്ല. മനസ്സിലായി സർ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ആര്യ അടുത്ത വായിക്കും. Yes, sir. We teach English. We teach English grammar. Isn't it? Isn't it? Oh, ഈസ് എവിടെ നിന്ന് കിട്ടിയായിരിക്കും? We teach English. ഈസ് എവിടെ നിന്നാണ് ആര്യ തപ്പി പിടിച്ചത്? ആര്യ sorry sir. ഓക്സിലറി വെർബ് ഇല്ലാത്തില്ല. ഈസ് ഇല്ല, ആമില്ല. Doesn't it ആണ് സർ? ആര്യ എഴുതിയത് പറഞ്ഞോ? ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് പറയും. ആര്യക്ക് എന്ത് തോന്നുന്നു അതാണ് പറയേണ്ടത്. പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അത് വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. Doesn't it ആണ് സർ? ഇറ്റ് എവിടെ നിന്ന് വന്നു? Doesn't they? ദേ എവിടെ നിന്ന് വന്നേ? വേറെയോട് നോക്കല്ലേ ആര്യ? ഈ സെന്റൻസ് മാത്രം നോക്ക്. ഇതിനകത്ത് എവിടെയെങ്കിലും ദേ ഉണ്ട്? ഇല്ല. അത് കാര്യം മുമ്പിട്ടായ വാചകമാണ്. മൊത്തത്തിൽ ആദ്യം ഒന്ന് മനസ്സിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് സ്വസ്ഥമായിട്ട് റിലാക്സ്. യെസ്, റിലാക്സ്. ഓക്കെ. ഇനി പറഞ്ഞു, സാവകാശം പറഞ്ഞ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പറയാം. സഹായം ഹെൽപ്പിംഗ് വെർബ് ഇല്ല. മെയിൻ വെർബ് നോക്കുക, ടെൻസ് നോക്കുക. പ്രസന്റ് ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആണ് വരിക. ഇതൊക്കെ പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞു. ഇംഗ്ലീഷ് ഗ്രാമർ. ആദ്യത്തെ ശരിയായിരുന്നോ ഷമീമ? അല്ല സോറി ഷമീമ ആര്യ. ആദ്യത്തെ ഡസന്റ് ഷീ ശരിയാ സർ. രണ്ടാമത്തെ ശരിയാവുണ്ടാണല്ലോ. ഓ, ഞാനൊരു കാര്യം ചെയ്യാം. ആര്യക്ക് ആലോചിക്കാൻ സമയം തരാം. ഡോണ്ട് വറി. ഷാഹിദ സായി. അപ്പോ ഷാഹിദിനെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് വന്നോളൂ ഷാഹിദ. രണ്ടാമത്തെ ആൻസർ ഒന്ന് പറഞ്ഞു വായിച്ചിട്ട്. We teach English grammar. Don't we? കറക്റ്റ് ആൻസർ. ആര്യ ഡോണ്ട് ആണ് അവിടെ വരാൻ. ആര്യ ശ്രദ്ധിക്കുക, ഡോൺ. സംശയമൊക്കെ ചോദിച്ചു. ഡൂവിന്റെ കൂടെ വി വരുമ്പോ ഡൂ അല്ലേ വരുള്ളൂ. അപ്പൊ ഡോണ്ട് ബി. ഓക്കെ വെരി ഗുഡ്. അടുത്ത ഞാൻ പറഞ്ഞോട്ടെ? നോക്കാം സർ, ശരിയാണോന്ന് അറിയത്തില്ല. ഹി റീഡ്സ് നോവൽ. അപ്പം നെഗറ്റീവ് ഡസിൻഡ് ഹി ആണോ സർ? കറക്റ്റ് ആണ്. ഡസിൻഡ് ഹി ആണോന്നല്ല, ആണ്. യെസ്, വെരി ഗുഡ്. പിടിയിട്ടില്ല അപ്പൊ? ടെക്നിക്ക് പിടിയിട്ടില്ലേ? സർ അപ്പൊ ദേയും വിയും വന്നാ നമുക്ക് ഡസിൻഡ് വരും അല്ലേ സർ? ഡസ് വരും അല്ലേ? ദേ ആണ്. ദേ വന്നു കഴിഞ്ഞാൽ ഡിഡും ഡു വരും അവിടെ. ദേ വന്ന വി വന്നാല് ഡസ് അവിടെയും ഡു തന്നെ വരും. അപ്പൊ ഐ വന്നാലോ? അത് വന്നാലും ഡു തന്നെ വരും.
നമുക്ക് അറിയാൻ പാടില്ലാത്ത സംഗതിയാണെങ്കിൽ ഐ ഡസ് നോട്ട് നോ എന്ന് പറയില്ല, ഐ ഡോണ്ട് നോ എന്നല്ലേ പറയാറുള്ളൂ, അല്ലേ? അത് ഓർത്താ മതി. യെസ്, സംഗീത, നാലാമത്തെ വാക്യം. നാലാമത്തെ. ബോയ്സ് പ്ലേ ക്രിക്കറ്റ്. ഡു നോട്ട് ദേ ആണ് ബോയ്സ് ആണോ സാർ അവിടെ വരുന്നത്? ഡു നോട്ട് അല്ലേ അവിടെ വരുന്നത്? യെസ്, എന്താണ് ഡു നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കുമ്പോൾ ഡോണ്ട് എന്നാക്കണം. ഡോണ്ട് ബോയ്സ് എന്നാണോ സർ? വേണ്ട വേണ്ട വേണ്ട, ഡോണ്ട് ബോയ്സ് എന്ന് വേണ്ട, ബോയ്സ് എന്നാണ് നമ്മളിവിടെ നോക്കാം. ഞാൻ മലപ്പുറം എഴുതിയതാണത്. അപ്പൊ ബോയ്സ് എന്ന് പറയുമ്പോ ഒന്നിൽ കൂടുതലില്ലേ, അപ്പൊ അതുകൊണ്ട് അവിടെ ചേർത്താൽ മതി. ഡോണ്ട് ദേ. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ രണ്ടും എഴുതി വെച്ചിട്ടുണ്ട്, ബോയ്സും എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഡോണ്ട് ദേ എന്ന് പറഞ്ഞാൽ മതി. ഡോണ്ട് ദേ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ദേവതി വായിച്ചോളൂ, അടുത്ത വായിച്ചോളൂ. ദേവതി, ദേവതിനെ കിട്ടിയില്ലല്ലോ. നമുക്ക് മേഡി ദൃശ്യനോട്ട് പോവാം. മേഡി ദൃശ്യ വായിച്ചോളൂ. രാമു യൂസസ് ലാപ്ടോപ്പ്. അതിന്റെ ആൻസർ ഡസന്റ് ഹി. അപ്പൊ ചിലപ്പോ ചില ആൾക്കാര് ഡസിന്റെ രാമു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ രാമു എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ നോക്കുക, അത് ആണല്ലേ, അപ്പൊ ഹി എന്ന് ചേർത്താൽ മതി. അപ്പൊ ഡസിന്റ് ഹി. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ ഈ 5 സെന്റൻസ് കാണുമ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്താൻ പറ്റും? പ്രസന്റ് ആണെങ്കിൽ വേറൊന്നും ചിന്തിക്കണ്ട, ഡൂൺ ഡസ് മറന്ന് നോക്കിയാൽ മതി അല്ലേ? അതല്ല, ഈ 5 സെന്റൻസ് നോക്കിയപ്പോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കണ്ടുപിടുത്തം. ഈ കണ്ടുപിടുത്തത്തിന്റെ കേസ് തമാശക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നമ്മൾ ഇവിടെ ഈ കളിയാക്കുന്നത് പോലെ ഈ മിലിറ്ററിയിലെല്ലാരും ഈ സർദാർജിമാരെ കളിയാക്കും, അവര് മണ്ടന്മാരാന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ സർദാർജിമാരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയൊക്കെയാണ്. എന്നിട്ട് അവര് പറയുകയാണ്, നമ്മളെല്ലാവരും മണ്ടന്മാരായിട്ട് കണക്കാക്കിയത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം, ഓരോ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കണം. അപ്പൊ നമ്മൾ മണ്ടന്മാരല്ല എന്ന് എല്ലാവരും തിരിച്ചറിയണം. അങ്ങനെ അവര് പിരിഞ്ഞു. അപ്പൊ പിറ്റേ ആഴ്ച അവര് കൂടിക്കഴിഞ്ഞപ്പോ ഓരോരുത്തരോടും അവരുടെ നേതാവ് പറഞ്ഞു, നിങ്ങൾ കണ്ടുപിടിച്ച ഓരോ കണ്ടുപിടുത്തങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ ഒരാള് പറയുകയാണ്, ഞാനൊരു തവളയെ പിടിച്ചിട്ട് അതിനോട് ഞാൻ ജമ്പ് എന്ന് പറഞ്ഞു. അത് 4 മീറ്റർ അപ്പുറത്തേക്ക് ചാടി വീണു. വീണ്ടും ഞാൻ ആ തവളയെ പിടിച്ച് പഴയ സ്ഥലത്തിന് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അതിന്റെ പിൻകാലുകളിൽ ഒരെണ്ണം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ അതിനോട് ജമ്പ് എന്ന് പറഞ്ഞു. അപ്പോഴും അത് ചാടി 3 മീറ്റർ അകലെ ചെന്ന് വീണു. വീണ്ടും ഞാൻ ആ തവളയെ പിടിച്ചു പഴയ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. പിൻകാലുകളിൽ ഒരെണ്ണം കൂടി വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ അതിനോട് ജമ്പ് എന്ന് പറഞ്ഞു. അത് ചാടി 2 മീറ്റർ അകലെ ചെന്ന് വീണു. പിന്നെ ഞാൻ അതേ തവളയത്തിനവിടെ കൊണ്ടുവന്ന് വെച്ചു. മുൻകാലുകളിൽ ഒരെണ്ണം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു ജമ്പ് എന്ന്. അപ്പോഴും അത് ചാടി 1 മീറ്റർ അകലേക്ക് ചാടി വീണു. വീണ്ടും ഞാൻ ആ തവളയെ പിടിച്ച് പഴയ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. അവശേഷിക്കുന്ന മുൻകാലുകളിൽ ഒന്നുകൂടി കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ അതിനോട് ജമ്പ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ചാടിയില്ല. ഇതിൽ നിന്ന് വളരെ മനോഹരമായ ഒരു കണ്ടുപിടുത്തം ഞാൻ നടത്തി. ഒരു സംഗതി ഞാൻ മനസ്സിലാക്കി. എന്താണ് അഖില ജിആർ മനസ്സിലാക്കിയത്? ആ തവണയ്ക്ക് ശരിയാക്കാൻ പറ്റില്ല, അതേന്നാണ് പറയാൻ വന്നത്. വെരി ഗുഡ് വെരി ഗുഡ്.
യെസ്. അപ്പൊ ഈ നടത്തിയ ഓക്കെ സുർമി, വെരി ഗുഡ്. മറ്റേ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഓരോ കാലുകൾ മുറിയുമ്പോഴും ഓരോ മീറ്റർ നീളം ചാടുന്നത് കുറയുന്നു എന്ന് വിചാരിക്കും. പക്ഷെ ലാസ്റ്റ് ഈ കണ്ടുപിടിച്ച ആള് പറയുന്നതാണ് ഒരു തവളയുടെ ഫ്രണ്ട് കാലുകളും പിൻകാലുകളും മുറിച്ചു കളഞ്ഞാൽ പിന്നെ അതിന് ചെവിയേക്കാൻ പറ്റില്ല എന്നുള്ള വലിയൊരു സത്യം ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ 5 സെന്റൻസിനെ നോക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ട്? ഒരു സംഗതിന്റെ അത് കെടുപ്പുണ്ട്, ഒരു ക്ലൂ കെടുപ്പുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്. ലാസ്റ്റ് 2 സെന്റൻസിലാണെങ്കിൽ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഹി ഓർ ഷീ ദേ അത് അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളൊരു സംഭവം. ബോയ്സ് എന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ ദേ ഡോണ്ട് ദേ യൂസ് ചെയ്തു. രാമു എന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഡസിൻ ഹി എന്നുള്ളത് വന്നു. യെസ്. ഓക്കെ ഓക്കെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് സംഗതി ശരിയാണ് ആസ്മിന. ഓക്കെ, നമുക്കറിയാം ഇതിന്റെ അകത്ത് ആദ്യത്തെ സെന്റൻസ് ഷീ കഴിഞ്ഞപ്പോ വർക്ക്സ് ആയിരുന്നു, രണ്ടാമത്തെ വി കഴിഞ്ഞപ്പോ ടീച്ചായിരുന്നു. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോ എപ്പോഴും വെർബിന്റെ കൂടെ ഒരു എസ് ഉണ്ടാവും. ആദ്യത്തെ സെന്റൻസ് ഷീ വന്നപ്പോ ഒരു എസ് ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ ഹി, അത് പറഞ്ഞപ്പോ അതിന്റെ കൂടെ എന്തുണ്ടായിരുന്നു? എസ് ഉണ്ടായിരുന്നു. ഇനി ഏറ്റവും അവസാനത്ത് നോക്കിയ രാമു, ഒരാളുള്ളൂ, അപ്പൊ യൂസസ്, അവിടെ ഒരു എസ് വന്നു. അപ്പൊ എസ് വന്ന എല്ലാത്തിനും ഡസ് ആണ് വന്നിട്ടുള്ളത്. ശരിയല്ലേ? അവിടെ മിസ് ഉണ്ടാവും, ഇവിടെ മിസ് ഉണ്ടാവും. എസ് ഉണ്ടാവും. അത് നമുക്ക് ഇങ്ങനെ ആലോചിച്ച് വെക്കാനായിട്ട് സാധനമുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടുപിടിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പൊ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഹിയോ ഷീയോ സിംഗുലറോ ആവണമെന്ന്. അതുകൂടാതെ ഇങ്ങനെയും നോക്കാം നമുക്ക്. വെർബിന്റെ കൂടെ എസ് ഉള്ളതാണ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അത് ഡസ് ആയിരിക്കും. കണ്ടോ നോക്കി, ആ വെർബിന്റെ കൂടെ എസ് വരുന്ന എല്ലാത്തിനും ഡസ്സല്ല വന്നേക്കണേ. ഷീ വർക്ക്സ് എന്നുള്ളതിന് ഡസ് വന്നു, ഹി റീഡ്സ് എന്നുള്ളതിന് ഡസ് വന്നു, രാമു യൂസസ് എന്നുള്ളതിലും ഡസ് വന്നു. അപ്പൊ അത് നിങ്ങൾ ആരെങ്കിലും അത് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ പറയുന്ന എന്താണ്? ഞങ്ങൾക്ക് മനസ്സിലായി, പിന്നെ അത് പിന്നെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. എന്തുകൊണ്ട് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് എന്തായാലും എസ് വരുമല്ലോ. ഈ ഒരു സംഭവം അങ്ങനെ ചിന്തിക്കാം. ഞാൻ അങ്ങനെ ചെറിയൊരു കണ്ടുപിടുത്തം ഉദ്ദേശിച്ചത്. ഓക്കെ 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 ഓക്കെ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അടുത്തൊരു ആൻസറിനോട് പറയാം. എനിക്ക് രമണി, RAMANI, രമണി, രമണി writes, WRITS, writes letter, comma, dash, question mark. അടുത്തത് ഒന്നുകൂടെ പറയാമോ ക്വസ്റ്റ്യൻ? രമണി writes, WRITS, letter. അടുത്തത് girls practice for the program. Girls practice for the program. അടുത്തത് we cook, COOK, cook biryani. We cook biryani. അടുത്തത് they
Draw, D-R-A-W, draw. Picture, P-I-C-T-U-R-E, picture. They draw picture. She comes, C-O-M-E-S, comes here, H-E-R-E, here, daily, D-A-I-L-Y, daily. She comes here daily. Okay, there you go. Oh, last minute again, very good. Yes, I will miss again. Okay, Shimima Mindu. Okay. Yes. About Noka, Ambudu. Ambudu, I to my show, answer my show. Remani writes letter. Doesn't she? Very good. Remani writes letter. Doesn't she? About desk another subject which Nokia, verb desk which Nokia. Ambudu. സാർ ഇപ്പൊ പറഞ്ഞത് വെച്ച് എളുപ്പം ചെയ്യാൻ പറ്റി റൈറ്റ്സ് വന്നപ്പോ എഴുതിയപ്പോഴേ ആൻസർ കിട്ടി. Very good. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, അതാണ് വേണ്ടത്. ജോൺഫി രണ്ടാമത്തെ വായിച്ചു. Girls practices for the programs. Doesn't she? ശരിക്കും ആലോചിച്ച് ജോൺഫി. ഗേൾസ് GIRLS, girls practice for the program. Practice. Don't she? Don't she ആണ് ഗേൾസ് അല്ലേ, ഒരു പെണ്ണാണെങ്കിലല്ലേ വേണ്ട, ഒരു കേട്ടോ. Don't they. Okay, very good. Okay. Don't they. Yes, Surmi, another way. We cook biryani, don't we? Don't be, correct. We cook biryani, don't be, correct. Rasmina. Okay, sir. Yes. They draw picture. Don't they? Don't they? Yes. Do one another. They will do plus not. Don't they? Yes. Aditya. Shamna. She comes here daily. Doesn't she? Doesn't she? Very good. Yes. Aditya. ഒരെണ്ണം പറയണം എഴുതിക്കോട്ടെ. They will come tomorrow, comma, dash, question mark. They will come tomorrow. അവർ നാളെ വരും. Yes, എനിക്കോ പറഞ്ഞോ. Yes. എന്താണ് സുമി?
സിമ്പിൾ അല്ലേ? യെസ്. ഷംന മനോജ് പറഞ്ഞോളൂ, ആൻസർ എന്ത് വരും? Will they? വിൽ. അപ്പൊ നോട്ട് ചെയ്യത്തില്ലേ? തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? Positive. പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആക്കണ്ടേ? അപ്പൊ നോട്ട് ചേർക്കണ്ടേ? അപ്പൊ എന്താ നോട്ട് ചേർക്കാൻ വിട്ടുപോയേ? Won't they? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വില്ലിന്റെ കൂടെ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഷംന, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ അതിനൊരു നിയമം പറയുകയാണ്. ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാണ്? വില്ല് കിടപ്പുണ്ട്. വില്ല് ശാലൊക്കെ ഓക്സിലറി വെർബിന് നമുക്ക് ഉൾപ്പെടുത്തുന്നത്. യെസ്. അപ്പൊ ആ വില്ല് എന്നുള്ളതിന്റെ കൂടെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചെയ്യണം. അപ്പൊ വിൽ പ്ലസ് നോട്ട്, വില്ലിന്റെ എന്നൊന്നും എഴുതണ്ട, വിൽ പ്ലസ് നോട്ട് വോണ്ട്, WONT, വോണ്ട് എന്ന്, വോണ്ട് ദേ, വോണ്ട് ദേ. യെസ്. അപ്പോ ഇത്രയും ഒക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോ നിങ്ങൾ ഓർത്തിരിക്കുക, സെന്റൻസ് രണ്ടായിട്ട് വിഭജിക്കുന്നു. ഷാല് വരുമ്പോ എന്ത് ചെയ്യും? ഷാല് വരുമ്പോ എന്തോ? ഷാല് വരികയാണെങ്കിൽ ഷാല് വരികയാണെങ്കിൽ യെസ്, ഷാല് വരുന്ന വാചകങ്ങളാണ്. ഓക്കെ, യെസ്. അപ്പോ നമ്മൾ ഓർത്തിരിക്കുക, അതായത് തന്നിരിക്കുന്ന വാചകങ്ങളെ എന്തായിട്ട് വിഭജിക്കണം? പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും വിഭജിക്കണം. ആ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മൾ വിഭജിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓക്സിലറി വെർബിനെ സബ്ജക്റ്റ് നോക്കണം, ഓക്സിലറി വെർബ് അത് നോക്കണം. ഓക്സിലറി വെർബ് നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല എങ്കിൽ മെയിൻ വെർബ് നോക്കണം. മെയിൻ വെർബ് നോക്കിയിട്ട് നമുക്ക് അത് എഴുതാം. മെയിൻ വെർബ് നോക്കുമ്പോൾ അതിന്റെ ടെൻസ് നോക്കണം. അപ്പോ അത് പ്രസന്റ് ആണ് അല്ലെങ്കിൽ പാസ്റ്റ് ആണ് എന്ന് നോക്കണം. അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. യെസ്. അപ്പൊ ഞാൻ 2-3 എക്സാമ്പിൾ വേറെ പറയാം. അപ്പൊ ഇവിടെ ഷംന വരെയാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ രേഖ ഞാൻ പറയുന്നതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. ഈസ് പ്ലസ് നോട്ട് എന്ത് വരും? ഈസിന്റ്. ഈസ് പ്ലസ് നോട്ട് ഈസിന്റ്. ഒന്നും കൂടി, ആം പ്ലസ് നോട്ട് ആമിന്റ് എന്ന് പറഞ്ഞ വേർഡില്ല. അത് എഴുതേണ്ട സ്ഥലത്തൊക്കെ എന്ത് പറഞ്ഞേ? ആറിന്റ്. ഒരെണ്ണം കൂടി, ആർ പ്ലസ് നോട്ട് ആർ പ്ലസ് നോട്ട് ആറിന്റ്. എന്താണ് ഹൈറനീസ പറഞ്ഞത്? യെസ്. പറഞ്ഞ കേട്ടില്ല. ഓക്കെ. ജിനു. വാസ് പ്ലസ് നോട്ട് എടുക്കുമ്പോ വാസിന്റ്. എന്താണ്? വേർ പ്ലസ് നോട്ട് വേറിന്റ്. ഹാസ് പ്ലസ് നോട്ട് ഹാസിന്റ്. ഹാവ് പ്ലസ് നോട്ട് ഹാവിന്റ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഉമൈറ. യെസ് സർ. യെസ്. ഹാഡ് പ്ലസ് നോട്ട് ഹാഡിന്റ് അല്ലേ? ഹാഡിന്റ്. ഡു പ്ലസ് നോട്ട് ഡോണ്ട്. ഡസ് പ്ലസ് നോട്ട് ഡസിന്റ്. ഡിഡ് പ്ലസ് നോട്ട് ഡിഡിന്റ്. ക്യാൻ പ്ലസ് നോട്ട് കാനോ. അതിന് ഇതെന്താ പറയാ? കാനോട്ടിന്റെ ക്യാൻ പ്ലസ് നോട്ട് കാനോട്ട്. അതിന്റെ ഷോർട്ട് ഫോം ആണ്. എന്താണ്? കാൻഡ്. കാൻഡ്. CAN അപ്പോസ്ട്രോഫി ഓക്കെ. ഒന്നുകൂടി, കുഡ് പ്ലസ് നോട്ട് കുഡിന്റ്. ഒന്നുകൂടി, വിൽ പ്ലസ് നോട്ട് വോണ്ട്. വെരി ഗുഡ്. ഓക്കെ. വിൽ പ്ലസ് നോട്ട് വോണ്ട്. വെരി ഗുഡ്. ഓക്കെ, മിന്നു.
യെസ്. അപ്പോ മിനിയുടെ പകരം നമുക്ക് ജിഷിനെ വിളിക്കാം. ജിഷ വിളിക്കാൻ. ഞാൻ നേരത്തെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. രേവതി നേരത്തെ വിളിച്ചപ്പോൾ കിട്ടിയ. അപ്പൊ രേവതി വരും. യെസ് രേവതി. വുഡ് പ്ലസ് നോട്ട്. വുഡിന്റെ കൂടെ നോട്ട് ആകുമ്പോൾ അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്നാണ് ചോദിച്ചോളൂ. യെസ്. വുഡിൻഡ്. വുഡിൻഡ്. യെസ്. അടുത്തത് മേ പ്ലസ് നോട്ട്. മൈറ്റ്. മൈൻഡ്. MAYN apostrophe T. യെസ്. അടുത്തത് ഷാൽ പ്ലസ് നോട്ട്. Shat. SHAN apostrophe T. SHAN apostrophe T. Yes. Should plus not. Should not വരുമ്പോ could plus not couldn't. എന്ന് പറഞ്ഞ should plus not couldn't. എന്താണ്? shouldn't. ഞാൻ ആദ്യം അതാണ് പറഞ്ഞത്. എനിക്കൊന്നും എന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ. അടുത്തത് നീഡ് പ്ലസ് നോട്ട്. NED. നീഡ് പ്ലസ് നോട്ട്. needn't. ഓക്കെ. യെസ്. പിന്നെ അടുത്ത് വേറൊരു പറയുന്നത് ഡയർ. DARE. ഡയർ പ്ലസ് നോട്ട്. don't. doesn't. ഡയർ. അതൊരു ഓക്സിലറി വെർബാണ്. DARE. ഡയർ. ഡയറിൻഡ്. എന്താണ്? ഡയറിൻഡ്. DAREN apostrophe T. യെസ്. ഓക്കെ. ഡയറിൻഡ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പൊ ഇത്രയും ഒക്കെയാണ് നമുക്ക് ഓക്സിലറി നമ്മുടെ ടാഗ് ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാലൻസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ രണ്ടുപേരും ചോദിക്കുകയാണ്. യെസ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക്. ചോദിച്ചോട്ടെ. മറ്റന്നാളത്തെ എക്സാമിന് സാർ തന്ന മോഡൽ ക്വസ്റ്റ്യൻസ് പോലത്തെ അതിലേ ഉണ്ടാവും. ആ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടില്ലേ? അതൊക്കെ നോക്കണോ? എന്താ ചെയ്യണ്ടേ? ഇതേപോലെ നോക്കിയാൽ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ഗ്രാമർ എന്ന് പറയുന്ന സംഗതി ഒരിക്കലും നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത് ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഇംഗ്ലീഷ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ പുതിയ ശൈലി, എഴുത്തുകൾ, സ്ട്രക്ചർ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകണം. വായിക്കാനായിട്ട് ഇരുന്നു, പക്ഷെ 2 പേജ് അതിനല്ലേ അതിന്റെ ഗുളിക രൂപത്തിലാക്കിയിട്ട് ഞാൻ പറയുന്നത്. ജസ്റ്റ് ക്യാപ്സ്യൂൾ പോലെ ആക്കിയിട്ടല്ലേ തരുന്നത്. അപ്പോ അത് കറക്റ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ആയിട്ട് പോവാം. അപ്പുറത്തെ ക്ലാസ്സില് ഒരു കുട്ടി, അത് MT14 അല്ല MT12 കുട്ടി പറഞ്ഞാണ്, സാറേ ഞാനിപ്പോ PSC കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പൊ പറഞ്ഞ കൊള്ളാം, വെരി ഗുഡ് ഇതുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത്, ഇംഗ്ലീഷ് എടുക്കുന്നത് ഒരു വക്കീലാണ്. അപ്പൊ ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുന്നത്. ഞാൻ സാറിന്റെ നോട്ട് വെച്ചാണ് തകർക്കുന്നത് എന്ന് പറയുന്നത്. ആഡ്വർബ്, പ്രൊപ്പോസിഷൻ അതിനോടൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ അത് വെച്ച് തകർക്കും. അപ്പൊ അതുകൊണ്ട് എനിക്കെപ്പോഴും ഓസം അത് എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുന്ന പറയും. പക്ഷെ ഞാൻ ഈ സാധനം വെച്ചിട്ടാണ് തകർക്കണേന്ന് പറഞ്ഞ പോലെ അത് നമ്മൾ ഗുളിക രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടൈപ്പാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ വിശ്വാസം. യെസ്. അപ്പൊ അത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത്, പിന്നെ നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ സമയം പിടികിട്ടുന്നുണ്ട് എന്നുള്ള വിശ്വാസം. യെസ്. ഓക്കെ. ഞാൻ ആ പറഞ്ഞു തരുന്നത് പോലെ പഠിച്ചാൽ മതി. ഡോണ്ട് വറി. യെസ്. അപ്പൊ നമ്മൾക്ക് ലാസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഷിപ്സ് വരെയാണ് പറഞ്ഞത് എന്റെ ഓർമ്മ അല്ലെ? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഒരു 4 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാം. അറിയാവുന്നവർ പറഞ്ഞാൽ മതി. ടൈപ്പ് ചെയ്യാൻ കുറച്ചുള്ളൂ. ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ഒരു കൂട്ടം വരുമ്പോ എന്താ പറയുന്നത് പറയും. ഗ്രൂപ്പ് ഓഫ് ഷിപ്സിനെ നമ്മൾ ഫ്ലീറ്റ് എന്നാ പറയാം. ഫ്ലീറ്റ്. അടുത്ത് പറയുന്നു എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്. സോൾജേഴ്സ് പട്ടാൾക്കാരെ, അതിനൊരു പേര് പറയും. എന്താണ്? ബറ്റാലിയൻ.
റെജിമെന്റ്, ട്രൂപ്പ്, ആർമി, പല പല പേരുകളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്, PLAYERS, പ്ലേയേഴ്സ്. ടീം. കറക്റ്റ്. ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുന്ന പേരെന്താണ്? ടീം എന്നാണ്. ടീം. യെസ്. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ്. എ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. യെസ് ആര്യ, ബോർഡാണ്. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയാം. ഡയറക്ടർമാരുടെ കൂട്ടത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. എ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. ബെഞ്ച്. ബെഞ്ചാണ്. ബെഞ്ചാണ്. പാനലാണോ സാറേ? യെസ്, പാനൽ ഓഫ് ജഡ്ജസ് ആണ്. ജഡ്ജസിന്റെ പാനൽ, പാനൽ ഓഫ് ജഡ്ജസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. എ ഗ്രൂപ്പ് ഓഫ് ഗ്യാങ് ആണോ? ഗ്യാങ് അല്ല, അത് നമ്മൾ പറയുന്ന ഒരു വാചകം, പക്ഷെ ഗ്യാങ്ങിന് വേറെ അർത്ഥമാണ്. എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. Peer group. Peer group. അല്ല, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ വേറെ ഒരു പേര് നമ്മൾ അങ്ങനെ പറയാറില്ലേ? നിന്റെ എന്താണ് ഉമൈറ? സർക്കിളാണോ സർ? ടീമല്ല. സർക്കിളാണോ? യെസ്, അമ്പടു. വെരി ഗുഡ്, വെരി ഗുഡ്. സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ്. സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതറിയാൻ പറ്റും ചിലപ്പോൾ, എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. Crowd. Crowd. Yes, correct ആണ്. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അടുത്തത് ഗ്രൂപ്പ് ഓഫ് തീവ്സ്. തീവ്സ് ആണ് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന കള്ളന്മാരല്ലേ? ഗ്രൂപ്പ് ഓഫ് തീവ്സ്. THIEVES, തീവ്സ്. ഗ്രൂപ്പ് ഓഫ് തീവ്സ്. ഗ്യാങ് ആണോ സർ? യെസ്, അതാണ് ഗ്യാങ്. ഗ്രൂപ്പ് ഓഫ് തീവ്സ് ആണ് ഗ്യാങ്. നമ്മളത് ഫ്രണ്ട്സ് ഗ്രൂപ്പില് ഗ്യാങ് എന്ന് പറയാറുണ്ട് കേട്ടോ. യെസ്, കള്ളന്മാരുടെ ഗ്രൂപ്പിനാണ് ഗ്യാങ് എന്ന് പറയുന്നത്. ആ, വലിയ കള്ളന്മാരല്ല, ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ്. യെസ്. അടുത്തത് ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ്. സെയിൽ, SAILORS, നാവികർ. മെർച്ചന്റ്. മർച്ചന്റ്സ് നേവി, അതൊരു ആ ഒരു വിഭാഗത്തിന്റെ പേരാണ്. അതിന്റെ പേര് ഒരെണ്ണം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ദ ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ്. ഗ്രൂപ്പ് ഓഫ് മ്യൂസീഷ്യൻസ്. ട്രൂപ്പാണോ സർ? വേറെ പേരുണ്ട് ഇതിന്. Orchestra. Yes. Orchestra. Okay, okay, okay. That answer is band. Band of musicians. Okay, 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 okay. Yes. അപ്പോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം സൂപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട് we will meet in the next class. അപ്പോ സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് കത്തിക്കാം. സർ എക്സാമിന് ഇത് നോക്കണോ? ഇതൊന്നും നോക്കണ്ട. ആദ്യത്തെ 9 ചാപ്റ്ററില്ലേ അത് നോക്കിയാൽ ഇതൊന്നും വേണ്ട. ഡോണ്ട് വറി. ഞാൻ ആ തന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിന്റെ പാറ്റേൺ വെച്ചിട്ട് നോക്കിയാൽ മതി. യെസ്. മോക്ക് ടെസ്റ്റില് നോക്കിക്കൂടെ സർ? ആ, മോക്ക് ടെസ്റ്റ് നോക്കിക്കോ. മോക്ക് ടെസ്റ്റ് നോക്കാം. യെസ്. പിന്നെ സൈൻ ഔട്ട് ഉണ്ടോ? ആ, ഓക്കെ. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുകൾ ഉണ്ടാവാം. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഇറങ്ങും. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. APJ അബ്ദുൽ കലാം. Yes, very good, very good, very good, very good. So, okay, wish you all the best. We will meet in the next class. Okay, bye.
Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay.